രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്താൽ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും ഏതുണ്ട്, നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ 3 മണിയാകുമ്പോൾ നാരായണീയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം 80 എപ്പിസോഡ് കഴിഞ്ഞു. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ ജീവിതകഥ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതി കിട്ടും. മിക്കവാറും അടുത്ത ആഴ്ച മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷത്തിലേക്കുള്ള മാർഗം, അതായത് കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ ധർമ്മ സംസ്ഥാപനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കാൻ കൃഷ്ണൻ ശ്രീബുദ്ധൻ്റെ അവതാരമെടുത്തു. ആ സൂത്രങ്ങൾ ഒരു പുസ്തകമായി ധർമ്മപദം, അതിൻ്റെ ക്ലാസ് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും രാധേ രാധേ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂര്യകാലടി, പേര് കേട്ട മാന്ത്രികനായ സൂര്യകാലടിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂര്യകാലടിയും യക്ഷികളും ഗണപതിയും, ഇവരെ 3 പേരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റി പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്നൊരു വീഡിയോ നിങ്ങൾ കാണണം. അതേ കണക്ക് തന്നെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ 8 അധ്യായം വരെ ഞാൻ ഇട്ടിട്ടുണ്ട്, 8 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, നക്ഷത്ര ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് എടുത്താൽ ജ്യോതിഷത്തിൽ നിന്ന് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾക്ക് എങ്ങനെ ധനമുണ്ടാകാം,
അതിനെക്കുറിച്ച് ധനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ ധനമുണ്ടാകാം എന്നൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുമല്ലോ. പിന്നെ പ്രണയം എങ്ങനെ വിജയിക്കാം, അത് പ്രണയിക്കുന്ന പെൺകുട്ടികളെക്കാൾ കൂടുതൽ കാണേണ്ടത് അവരുടെ അച്ഛനും അമ്മയുമാണ്. കൃത്യമായിട്ട് നിങ്ങളത് കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് സൂര്യകാലടിയിലേക്ക് കടക്കാം. കാലടിയിലുള്ള ഒരു ഇല്ലം, ആ ഇല്ലത്തെ ഒരു ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു നമ്പൂതിരി. ഭട്ടതിരിപ്പാടും നമ്പൂതിരിയും കൂടെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ പൂരം കാണാൻ. നടന്ന് നടന്ന് നടന്നവർ ഇരിങ്ങാലക്കുടയ്ക്കടുത്തെത്തി. അപ്പോഴത്തേക്ക് നേരം നല്ല വൈകി. എന്നിട്ടും അവർ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് യക്ഷിപ്പറമ്പെന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തിയപ്പോൾ അതീവ സുന്ദരികളായ 2 സ്ത്രീകൾ വന്നു. അവർ വന്നിട്ട് ഭട്ടതിരിയോടും നമ്പൂതിരിയോടും ചോദിച്ചു, തിരുമേനി ഈ അസമയത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണ്. അയ്യോ, തിരുമേനിക്ക് ഈ സ്ഥലം പരിചയമില്ലെന്ന് തോന്നുന്നു. ഇതിനടുത്താണ് യക്ഷിപ്പറമ്പ്, വളരെ അടുത്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാൽ യക്ഷികൾ നിങ്ങളെ പിടിച്ച് കൊന്ന് തിന്നുകളയും. രാവിലെ നിങ്ങളുടെ എല്ലുകൾ മാത്രമേ കാണൂ. അപ്പം നമ്പൂതിരിയും ഭട്ടതിരിപ്പാടും പരിഭ്രമിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും? അടുത്ത് എവിടെയെങ്കിലും വല്ല ശൂദ്ര കുടുംബം ഉണ്ടോ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ? അപ്പോൾ പറഞ്ഞു, അടിയങ്ങളുടെ മാടത്തിൽ വേണമെങ്കിൽ അന്തി ഉറങ്ങാം, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ. അപ്പോൾ ഭട്ടതിരിപ്പാടും തിരുമേനിക്കും സന്തോഷമായി. 2 സുന്ദരികളായ സ്ത്രീകൾ. അപ്പോൾ ഇന്നത്തെ ദിവസം അവരോടൊപ്പം ശയിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ സമ്മതിച്ചു. അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ കുപ്പമാടം എന്ന് പറഞ്ഞെങ്കിൽ ഒരു മാളികയാണ്. മാളികയിലെ 2 മുറി. ഒരു മുറിക്കകത്ത് ഭട്ടതിരിപ്പാടിനെ കിടത്തി, മറ്റൊരു മുറിക്കകത്ത് നമ്പൂതിരിയും. ഒരു സ്ത്രീ ഭട്ടതിരിപ്പാടിൻ്റെ മുറിയിൽ വന്നു, മറ്റൊരു സ്ത്രീ ആകട്ടെ നമ്പൂതിരിയുടെ മുറിയിൽ ചെന്നു. ഭട്ടതിരിപ്പാട് നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി. ആ യുവതി വന്നു. ഭട്ടതിരിപ്പാട് അവളെ ആലിംഗനം ചെയ്തു. അവൾ ഭട്ടതിരിപ്പാടിനെയും ആലിംഗനം ചെയ്തു. 2 പേരും ഇങ്ങനെ മുറുകി ആലിംഗനം ചെയ്തപ്പോൾ തൻ്റെ പുറത്തെന്തോ തറയ്ക്കുന്നത് പോലെ ഭട്ടതിരിപ്പാടിന് തോന്നി. ഭട്ടതിരിപ്പാട് നോക്കിയപ്പോൾ കാണാം, പെട്ടെന്നാണ് കണ്ടത് 2 ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് നീങ്ങി, കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിച്ച്, നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് അണയ്ക്കുകയാണ് കിടന്ന്. ഭട്ടതിരിപ്പാട് ഭയന്നു പോയി. വളരെ പെട്ടെന്ന് ഭട്ടതിരിപ്പാട് ബോധശൂന്യനായി മാറി. അപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ മാംസവും രക്തവും, മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്തു. ഇതേ സമയത്ത് അപ്പുറത്ത് നമ്പൂതിരി കിടന്നുറങ്ങുകയാണ്. നമ്പൂതിരിയുടെ മുറിയിലേക്ക് ചെന്നു. നമ്പൂതിരി പറഞ്ഞു, വന്നോളൂ വന്നോളൂ, ഇവിടെ കിടക്കാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, തിരുമേനിയുടെ കയ്യിൽ ദേവീ മാഹാത്മ്യം ഇരിക്കുന്ന അത് മാറ്റൂ. അപ്പം തിരുമേനി എല്ലാ ദിവസവും ദേവീ മാഹാത്മ്യം വായിക്കും. ഇത് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും. ഇത് തൻ്റെ തലയണയുടെ അടിയിൽ വെച്ചിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ ദേവീ മാഹാത്മ്യം തലയണയുടെ അടിയിൽ നിന്ന് മാറ്റില്ല. അപ്പോൾ ഇവള് നിർബന്ധിക്കാൻ തുടങ്ങി. നിർബന്ധം മുറുകിയപ്പോൾ നമ്പൂതിരിക്കൊരു സംശയം. അപ്പൊ നമ്പൂതിരിപ്പാട് ഭട്ടതിരിപ്പാടിനെ വിളിച്ചപ്പോൾ അപ്പുറത്ത് നിന്ന് ഭട്ടതിരിപ്പാടിൻ്റെ എല്ലുകൾ പൊടിയുന്ന ശബ്ദം. നമ്പൂതിരിക്ക് മനസ്സിലായി, ഈ വന്നിരിക്കുന്നത് സാധാരണ സ്ത്രീകളല്ല, യക്ഷികളാണ്. ഭയന്ന് വിറച്ചിരുന്നു. രാത്രിയുടെ 1-ാം യാമം വരെ അവരിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ യക്ഷികൾക്ക് ശക്തിയില്ല. അവൾ തിരിച്ചുപോയി. പിന്നെ നേരം വെളുത്തപ്പോൾ നമ്പൂതിരി കാണുന്നത് താനൊരു പനയുടെ മുകളിൽ ഇരിക്കുന്നതാണ്. യക്ഷികളുടെ മായ കൊണ്ട് മാളികയാണെന്ന് തോന്നിയതാണ്. ആ പനയുടെ മേളിൽ നിന്ന് കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി വന്നപ്പം ഭട്ടതിരിപ്പാടിൻ്റെ എല്ലുപൊടികൾ മാത്രം, മാംസ കഷണങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു. അവർ വേഗം വന്നു ഭട്ടതിരിപ്പാടിൻ്റെ കാലടിയിലെ ഇല്ലത്തിൽ വിവരമറിയിച്ചു. ആ സമയത്ത് ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യ
പൂർണ്ണ ഗർഭിണിയാണ്. ആ കുടുംബത്ത് വേറെ പുരുഷന്മാരുമില്ല. പിന്നീട് അവര് ഭട്ടതിരിപ്പാടിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അവർക്കൊരു പുത്രൻ ജനിച്ചു. അസാമാന്യമായ തേജസ്സുള്ള ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രൻ മിടുക്കനായിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ വളരെ വേഗം പഠിച്ചു വന്നു. അവന് പക്വത എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ പറഞ്ഞു, മകനെ, നിന്റെ അച്ഛനെ ഒരു യക്ഷി കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ യക്ഷിയെ വധിച്ചിരിക്കും. ആ മകൻ കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി സൂര്യദേവനെ. അങ്ങനെ സൂര്യദേവൻ ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവനെ കുറേ മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, പോരാത്തതൊക്കെ ഈ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ സൂര്യൻ വന്ന് അനുഗ്രഹിച്ചതോടുകൂടി ആ ഇല്ലം സൂര്യകാലടി ഇല്ലം എന്നറിയപ്പെട്ടു തുടങ്ങി. അതാണ് പ്രശസ്തമായ സൂര്യകാലടി ഇല്ലം. ആദ്യം കൊച്ചു കൊച്ചു മന്ത്രങ്ങൾ പരീക്ഷിച്ചു. പല സ്ഥലത്തും മന്ത്രത്തിന് വേണ്ടി പോയി, അവിടെയൊക്കെ വിജയിച്ചു. അപ്പോൾ ഇയാൾക്ക് ആത്മവിശ്വാസം വന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എൻ്റെ പിതാവിനെ കൊന്ന യക്ഷിയെ ആവാഹിച്ച് ഈ അഗ്നികുണ്ഡത്തിൽ ഹോമിക്കണം. അതിനു വേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഉഗ്രമായിട്ട് ഹോമം തുടങ്ങി. ഈ ലോകത്തുള്ള സകല യക്ഷികളെയും എന്ത് ചെയ്തു? ആവാഹിച്ചു. എല്ലാവരും വന്ന് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഓരോ യക്ഷിയെ വിളിച്ചിട്ട് ചോദിക്കും, നീയാണോ എൻ്റെ പിതാവിനെ കൊന്നത്? അല്ല. അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ ദീപത്തിന്റെ പുറത്ത് സത്യം ചെയ്യിച്ചു വിടും. അങ്ങനെ മറ്റുള്ള യക്ഷികളെല്ലാം പൊയ്ക്കഴിഞ്ഞു. ഒടുവിൽ ഒരു യക്ഷി മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ ചോദിച്ചു, നീയാണോ എൻ്റെ പിതാവിനെ കൊന്നത്? അതെ, ഞാൻ തന്നെയാണ് കൊന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഈ അഗ്നികുണ്ഡത്തിൽ ഹോമിക്കാൻ പോവുകയാണ്. അരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു വന്നതിന് ഞങ്ങളല്ല കുറ്റക്കാര്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിന്നെ ഞാൻ ഹോമിക്കാൻ പോവുകയാണ്. അപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഭട്ടതിരിപ്പാടേ, നീ എന്നെ ഇതിനകത്ത് ഹോമിച്ചാൽ ഇന്നേക്ക് 41-ാം ദിവസം നിശ്ചക്രശ്വാസം വലിച്ചു മരിച്ചിരിക്കും. ഭട്ടതിരിപ്പാടൊന്ന് ഞെട്ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞു, അതിനൊരു പരിഹാരം കാണുമല്ലോ. അപ്പോൾ പറഞ്ഞു, പരിഹാരം കാണും. 41-ാമത്തെ ദിവസം തിരുവാലൂർ പോയി അവിടെ ദർശനം നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും ഈ യക്ഷിയെ വെറുതെ വിട്ടില്ല. യക്ഷിയെ ആവാഹിച്ച് ഇതിനകത്ത് ഹോമിച്ചു കളഞ്ഞു. അതോടുകൂടി സൂര്യകാലടി ഇല്ലം പ്രശസ്തമായി കഴിഞ്ഞു. എവിടെ യക്ഷി ഉണ്ടെങ്കിലും എവിടെ ബാധയുണ്ടെങ്കിലും അവരെ വിളിക്കും. അപ്പോഴാണ് ആ ഭട്ടതിരിപ്പാടിന്റെ ജീവിതത്തെ മാറ്റി മറിച്ച ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. അന്ന് കേരള രാജ്യം ഭരിച്ചിരുന്നത് പള്ളി ബാണപ്പെരുമാൾ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദേഹത്ത് ഒരു ഗന്ധർവൻ കൂടിക്കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതൊക്കെ ചാപിള്ളയായി മാറുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ രാജാവ് ഭട്ടതിരിപ്പാടിനെ ആളയച്ചു വരുത്തി. ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഈ ഗന്ധർവനെ ഞാൻ ഒഴിപ്പിച്ചു തരാം. അങ്ങനെ ഉഗ്രമായ ഹോമം നടത്തി. എത്ര കണ്ട് ഹോമം നടത്തിയിട്ടും ആ വാഹനത്തിൽ ആര് വീഴുന്നില്ല, ഗന്ധർവൻ വീഴുന്നില്ല. അപ്പൊ ഭട്ടതിരിപ്പാടിന് വാശിയായി. ഒരു ബ്രാഹ്മണന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ജന്തുക്കളെ കൊന്നു, കഷണമാക്കിയിട്ട് ഹോമിച്ചു. ഒടുവിൽ വലിയ തുണിക്കകത്ത് നെയ് മുക്കിയിട്ട് ആ തുണി വെച്ചു. അപ്പം അതിനകത്ത് എറുമ്പുകൾ കൂട്ടത്തോടെ വരും. എന്നിട്ട് ആ എറുമ്പിനെ മുഴുവനും അങ്ങോട്ട് എടുക്കും. അതിനെ എടുത്തിട്ട് ഈ അഗ്നികുണ്ഡത്തിൽ ഹോമിച്ചു. ഒടുവിൽ ഗന്ധർവന് വരാതിരിക്കാൻ നിവർത്തിയില്ല. ഒടുവിൽ ആ ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വാദപ്രതിവാദമായി. അതിൽ ഭട്ടതിരിപ്പാട് ജയിച്ചു. അപ്പൊ ഗന്ധർവൻ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എന്നെ ഹോമിക്കരുത്. എൻ്റെ ഭാര്യയായ യക്ഷിയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത്.
എൻ്റെ ഭാര്യയെ നിങ്ങൾ കൊന്നു. അപ്പോഴാണ് ഞാൻ ഈ രാജാവിൻ്റെ പത്നിയെ കാണുന്നത്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയിൽ എനിക്ക് ഭയങ്കര ആസക്തി ഉണ്ട്. ആ കാമാസക്തി കൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ അടുത്ത് ഒഴിഞ്ഞു പോകാൻ പറയരുത്. ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഞാൻ രാജാവിന് വാക്ക് കൊടുത്തതാണ്, നീ ഒഴിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ഗന്ധർവ, നിന്നെ ഈ അഗ്നിക്കകത്ത് ഞാൻ ഹോമിക്കും. ഗന്ധർവൻ ഭയന്നുപോയി. ഗന്ധർവൻ പറഞ്ഞു, ഞാൻ പോകാം. പക്ഷേ ഭട്ടതിരിപ്പാടെ, ഇന്നേക്ക് 12-ാം ദിവസം നിങ്ങൾ മൂത്രം മുട്ടി മരിച്ചു പോകും. ആ ശാപം കേട്ട് ഭട്ടതിരിപ്പാട് ഞെട്ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞു, അതിനൊരു പരിഹാരം. 12-ാം ദിവസം തിരുവാലൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം. അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞുപോയി. 11-ാമത്തെ ദിവസമായി. നാളെയാണ് നിർണായകമായ ദിവസം. അതെ, ഭട്ടതിരിപ്പാട് തിരുനാലൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അന്ന് ഭട്ടതിരിപ്പാടിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം 11-ാം ദിവസം തിരുവാലൂർ ക്ഷേത്രത്തിൽ ഒരശരീരി മുഴങ്ങി. നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും. 3:45 നാഴിക പകലിന് മുൻപ് അത്താഴ പൂജയും കഴിച്ചെല്ലാവരും പൊയ്ക്കൊള്ളണമെന്നായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ 12-ാം ദിവസം ഭട്ടതിരിപ്പാട് അവിടെ എത്തി. ഭട്ടതിരിപ്പാടെത്തി ക്ഷേത്രത്തിൽ കുളിച്ചിട്ടേ പോകാൻ പറ്റൂ. കുളിച്ചു കയറിയപ്പം ഭയങ്കര മൂത്രശങ്കയും വെച്ച് ക്ഷേത്രത്തിൽ പോക്കൂടാ. മൂത്രമൊഴിക്കാൻ ചെന്നിരിക്കുമ്പം മൂത്രം പോകുന്നില്ല. വീണ്ടും കുളത്തിൽ പോയി കുളിക്കും. വീണ്ടും കരയ്ക്ക് വരുമ്പം മൂത്രശങ്ക, അപ്പം മൂത്രം പോകുന്നില്ല. അപ്പൊ ശുദ്ധി വരുത്താൻ വീണ്ടും. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനും കഴിഞ്ഞുപോയി. ഉദ്ദേശിച്ച സമയവും കഴിഞ്ഞു. ഈ സമയത്ത് എന്ത് സംഭവിച്ചു? ഈ സമയത്ത് നടയും അടച്ച ആളുകൾ പിരിഞ്ഞുപോയി. അപ്പോഴേക്കും അദ്ദേഹത്തിന് മൂത്രം മുട്ടിയിട്ട് കിടന്ന് പെടയാൻ തുടങ്ങി. ചക്രശ്വാസം വലിക്കാൻ തുടങ്ങി. അപ്പൊ കാലടി പറഞ്ഞു, ഈശ്വരന്മാരെ, ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ ചെയ്തത്. അപ്പോൾ അശരീരി കേട്ടു, സൂര്യകാലടി തന്നെ വേണം അത് ചെയ്യാനെന്ന് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സൂര്യകാലടി അത് ചെയ്തത് തെറ്റായിപ്പോയി. അദ്ദേഹം ചക്രശ്വാസം വലിച്ച് മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ കിടന്ന് പെട്ടഞ്ഞ് സൂര്യകാലടി മരിച്ചു. ഇന്നും തിരുനാലൂർ ക്ഷേത്രത്തിൽ പോയാൽ അതിൻ്റെ തട്ടകത്തിൽ ഇയാൾ ചക്രശ്വാസം വലിച്ച് ഉയരുമ്പോൾ മരണവെപ്രാളത്താൽ കടിച്ച പാടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭട്ടതിരിപ്പാടിൻ്റെ മരണശേഷം കുറച്ചുനാള് ആരും മന്ത്രവാദങ്ങൾക്കൊന്നിനും പോയില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഒരു ദിക്കിലൊരു വലിയ ജന്മി ഉണ്ടായിരുന്നു. ആ ജന്മിയുടെ തെങ്ങിൻ തോട്ടത്തിന് കാവലായിട്ട് ഒരു മൂത്ത ചേകോനുണ്ടായിരുന്നു. ഒരു മൂത്ത ചേകോനുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ഭയങ്കരമായ തണുപ്പുള്ളൊരു സമയത്ത് ഒരു വലിയ ഏർമാടത്തിലാണ് ഇവൻ താമസിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞുകാലത്ത് വെളുപ്പാങ്കാലം ആയപ്പോഴേക്കും തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര തെങ്ങിൻ തോട്ടമാണ്. അപ്പോൾ ഉണക്ക തേങ്ങ കിടപ്പുണ്ട്. ഇയാൾ 1-2 ഉണക്ക തേങ്ങ വെട്ടി ഇതിൻ്റെ തൊണ്ടുകളിട്ട് ചകിരിയുമൊക്കെ ചേർത്ത് തീയും കത്തിച്ചിട്ട് ചുട്ടു തിന്നു? ഈ തേങ്ങ ചുട്ടു തിന്നുകൊണ്ടിരുന്നു. അപ്പം ആ മാടത്തിൻ്റെ തട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒരു കൊച്ചു തുമ്പിക്കൈ ഇങ്ങനെ വന്നു. അപ്പോൾ ഇയാൾ തേങ്ങാ കഷണം വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പം വീണ്ടും തുമ്പിക്കൈ വന്നു. അപ്പോൾ വീണ്ടും വെച്ചു കൊടുത്തു? തേങ്ങാ കഷണം വെച്ചു കൊടുത്തു. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഈ ആനക്കുട്ടിക്ക് തേങ്ങാ കഷണം വെച്ചു കൊടുത്തു. രാവിലെ ആകുമ്പോൾ ആ ആനക്കുട്ടി അങ്ങ് പോകും. മൂത്ത ചേകോൻ തൻ്റെ ജോലിക്കുമായിട്ടങ്ങ് പോകും. അങ്ങനെ എന്തിനു പറയുന്നു? ഇതൊരു പതിവായി മാറി. എല്ലാ ദിവസവും രാത്രി കുട്ടിയാന വരും. ചേകോൻ അവൻ എന്ത് കൊടുക്കും? തേങ്ങ കൊടുക്കും, ചുട്ട തേങ്ങ കൊടുക്കും. അങ്ങനെ അവർ തമ്മിലൊരു ഗാഠബന്ധത്തിലായി. മൂത്ത ചേകോൻ എവിടെ പോയാലും എന്ത് ചെയ്യും? ഈ കുട്ടിയാന കൂടെ കാണും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കാലടിയിലെ ഒരു ഭട്ടതിരിപ്പാട്, നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യകാലടി കുടുംബത്തിലെ ഒരു ഭട്ടതിരിപ്പാട് അതുവഴി വരുന്നത്. അങ്ങനെ വന്നപ്പോൾ കാണാം ഈ ആനയെ കണ്ടു.
ആനയെ കണ്ടപ്പോൾ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി ഇത് സാധാരണ ആനയല്ല, ഇത് സാക്ഷാൽ ഗണപതിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ തീയൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആനയെ എനിക്ക് തരണം. അവൻ പറഞ്ഞു, യോ യമാനെ, ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ പറയുന്ന വില തരാം, എന്നാലും എനിക്കിഷ്ടമാണ്, ഞാൻ ഇവനെ തരത്തില്ല. ഒടുവിൽ ഇദ്ദേഹം സമ്മർദ്ദം ചെലുത്തി വലിയ ഒരു തുക കൊടുത്തു. ഇതിൻ്റെ കയ്യിൽ നിന്ന് ആനയെ വിലയ്ക്ക് വാങ്ങി. പക്ഷെ വിലയ്ക്ക് വാങ്ങിയിട്ടും മൂത്ത ചേകോന വിട്ട് കുട്ടിയാന ഭട്ടതിരിയുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു? വീണ്ടും കാശ് കൊടുത്ത് ആ നെരിപ്പോട് വാങ്ങിച്ചു. എന്നിട്ട് കുറെ കൊട്ട തേങ്ങായും വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് ഈ തേങ്ങ ഓരോന്ന് പൊട്ടിച്ച് ചുട്ടെടുത്ത് ആനയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആന പുറവിന് പോകാൻ തുടങ്ങി. മൂത്ത ചേകോൻ വിചാരിച്ചത് തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടാണെന്ന്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഈ ഭട്ടതിരിപ്പാട് ഗണപതി ഹോമം നടത്തി ഗണപതിയെ ആവാഹിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ സൂര്യകാലടി ഇല്ലത്തിലെത്തിയപ്പോൾ ഗണപതി പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷനായി. അങ്ങനെ ഭട്ടതിരിപ്പാട് അവിടെ തന്നെ ഗണപതിയെ കുടിയിരുത്തി ഗണപതിക്ക് ഒരു അമ്പലവും പണി കഴിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞു വന്നാൽ നിർബന്ധമായിട്ടും ഗണപതി ഹോമം നടത്താൻ തോന്നി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഗണപതി വന്നതോടുകൂടി ഇല്ലത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. അപസ്മാരം, ബ്രഹ്മരക്ഷസ്, ബാധ ഒഴിപ്പിച്ചു കൊടുക്കുക, സകല കാര്യത്തിനും ആളുകൾ ആരെ കൊണ്ടുപോകാൻ തുടങ്ങി? സൂര്യകാലടിയിലെ ഭട്ടതിരിമാരെ കൊണ്ടുപോകാൻ തുടങ്ങി. അവരുടെ പ്രശസ്തി വർദ്ധിച്ചു. ചിലർ അസുഖങ്ങൾ മാറാൻ സൂര്യകാലടിയിൽ വന്ന് തപസ്സിരിക്കാൻ തുടങ്ങി. അവിടെ ഗണപതി കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ വളരെ വലുതാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പറയാനുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അന്ന് ചാത്തന്മാരെ സേവിച്ച്, കുട്ടിച്ചാത്താന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൺ പോറ്റിയുണ്ട്. ഈ കുഞ്ചമൺ പോറ്റി കാലടിയിലെ ഭട്ടതിരിയെ കാണാൻ വേണ്ടി വന്നു. 18 തണ്ട് വെച്ച ബോട്ടിലാണ് ചെന്നത്. സന്ധ്യയ്ക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ഭട്ടതിരിപ്പാട് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് കുഞ്ചമൺ പോറ്റിയുടെ അടുത്ത് പറഞ്ഞു, കുളിച്ചു കഴിഞ്ഞ് വന്നോളൂ, ബോട്ടുകാരുമുണ്ടല്ലോ, അവർക്കുമുള്ള ആഹാരം തയ്യാറാക്കാം. എല്ലാവർക്കുമുള്ള ആഹാരമെല്ലാം തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് കുറേ നേരം വെടി പറഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ സൂര്യകാലടിയിലെ ഭട്ടതിരിപ്പാട് കുഞ്ചമൺ പോറ്റിയുടെ അടുത്ത് ചോദിച്ചു, അല്ല ബോട്ടുകാർക്ക് ഊണ് കൊടുക്കണ്ടേ? ഞാൻ കൂടെ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊടുത്താലേ ബോട്ടുകാർ കഴിക്കൂ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഞാനും കൂടെ അങ്ങോട്ട് വരാം, നമുക്ക് അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുക്കാം. വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു, അവർക്ക് സംതൃപ്തിയായി, അവർ പോവുകയും ചെയ്തു. അപ്പോഴാണ് ഭട്ടതിരിപ്പാടിന് മനസ്സിലായത് ബോട്ടുകാരൊക്കെ കുട്ടിച്ചാത്താന്മാരായിരുന്നു. മന്ത്രം കൊണ്ട് അവരുടെ മനസ്സ് നിറച്ചു. അപ്പൊ നമ്മളെ കുഞ്ചമൺ പോറ്റി ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മൂർത്തിയെ സേവിക്ക എന്നാൽ അത് ചാത്തനെ തന്നെ സേവിക്കണം, എന്നാലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂ. ഇത് ഭട്ടതിരിപ്പാടിൻ്റെ നെഞ്ചിൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മൂർത്തി ചാത്തനാണെന്നും ചാത്തനെ പിടിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്നും നിങ്ങൾ ഗണപതിയെ ഭജിച്ചു, ഗണപതിയെ ഭജിച്ചാൽ ചാത്തൻ്റെ അത്രയും ഫലം കിട്ടത്തില്ല എന്നുമാണ് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, വെറുതെ 10-20 പേർക്ക് ആഹാരവും വെച്ചു. പക്ഷേ തിരിച്ചൊന്നും ഭട്ടതിരിപ്പാട് പറഞ്ഞില്ല. രാവിലെ ആയപ്പം നമ്മുടെ കുഞ്ചമൺ പോറ്റി പറഞ്ഞു, അപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ചമൺ പോറ്റി കടവിൽ ചെന്നപ്പോൾ പരിഭ്രമിച്ചു പോയി. അവിടെ ബോട്ടില്ല, കള്ളന്മാർ കൊണ്ടുപോയി. അപ്പോൾ എന്തു സംഭവിച്ചു? പോറ്റി ഓടി വന്നു. ഓടി വന്നിട്ട് ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് പറഞ്ഞു, ഭട്ടതിരിപ്പാടെ, നമ്മുടെ ബോട്ട് കള്ളന്മാർ കൊണ്ടുപോയി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഇവിടെ കയറാൻ, സൂര്യകാലടിയിൽ കയറാൻ ഒരു കള്ളനും ധൈര്യപ്പെടത്തില്ല. ഇവിടെ ഒരു ഒറ്റക്കൊമ്പനുണ്ട്, ആ ഒറ്റക്കൊമ്പൻ്റെ വികൃതിയാണിതൊക്കെ, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നു. കടവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഭട്ടതിരിപ്പാടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ചമൺ പോറ്റി, എൻ്റെ ശരീരത്ത് സ്പർശിച്ചുകൊണ്ട് ആ ആലിൻ്റെ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം ആ ആലിൻ്റെ മുകളിൽ നമ്മുടെ ഗണപതി ഭഗവാൻ
ഒരു കൊമ്പത്തങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ബോട്ട് കയറ്റി വെച്ച് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് അതിനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പോറ്റി, ഗണപതിയുടെ വികൃതിയാണ്, മാപ്പ് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി പറഞ്ഞു, ഗണപതി ഭഗവാനെ ക്ഷമിക്കണേ ക്ഷമിക്കണേ, എനിക്കത് ഇട്ട് തരണേ, എൻ്റെ ബോട്ട് തരണേ എന്ന് പറഞ്ഞൊക്കെ ഗണപതി ബോട്ടെടുത്ത് ഒറ്റയേറി ടപോന്നും പറഞ്ഞ ആ ബോട്ട് വന്ന് താഴെ വീണു. കുഞ്ചമൺ പോറ്റി വിചാരിച്ചു തകർന്നു പോയെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആണ് അടുത്ത കുഴപ്പം, ബോട്ടുകാരില്ല. നോക്കിയപ്പോൾ ചാത്തന്മാരല്ലേ ബോട്ടുകാർ, അവരൊക്കെ ഗണപതിയെ പേടിച്ച് അക്കരെ നിൽക്കുകയാണ്, വരാൻ മടിക്കുന്നു. അപ്പോൾ കുഞ്ചമൺ പോറ്റിക്ക് വീണ്ടും അങ്ങ് ഇളിഭ്യനായി. എന്നിട്ട് പട്ടതിരിപ്പാടിനോട് പറഞ്ഞു, നോക്കൂ, ഞാനേ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ആ ചാത്തന്മാർ വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടതിരിപ്പാട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. എന്നിട്ട് ഗണപതി ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഗണപതി ഭഗവാനെ അവർ വന്ന് ബോട്ട് എടുത്തോണ്ട് പോയിക്കോട്ടെ. ഗണപതി ഭഗവാൻ തലയാട്ടി. അപ്പൊ ഇനി ചാത്തന്മാര് വന്നുള്ളൂ. അങ്ങനെ ചാത്തന്മാര് വന്ന് ഇതും കൊണ്ട് ബോട്ടും കൊണ്ടുപോയി. ഗണപതി കുറുമ്പ് കാണിച്ചതാണ്. തലേന്ന് പറഞ്ഞില്ലേ കുഞ്ചമൺ പോറ്റി, ഒരു മൂർത്തിയെ ഉപാസിക്കുന്നെങ്കിൽ അത് ചാത്തനെ ഉപാസിക്കണം. എന്നിട്ട് ഗണപതിയെ ഉപാസിക്കുന്ന പട്ടതിരിപ്പാടിനൊരു കുത്തു കൊടുത്തപ്പോൾ തൻ്റെ ഭക്തനെ കുത്തി നോവിച്ച കുഞ്ചമൺ പോറ്റിക്കിട്ട് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ 8ന്റെ അല്ല 16ന്റെ പണി കൊടുത്തേത്. പക്ഷേ ഈ ഗണപതി അവിടെ നിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷയായ ഒരു സംഭവവും ഉണ്ട്. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ ചെയ്തിട്ടുണ്ട്. കാലടിയിൽ പട്ടതിരിപ്പാട് താനത്തിന് പോയി. താനത്തിന് പോയപ്പോൾ അവിടെ കൗണാറ്റിന് വടക്ക് വരെ ഉള്ളവർക്കേ താനമുള്ളൂ. ഭട്ടതിരിയാകട്ടെ തെക്കേക്കരയിലാണ്. അപ്പോൾ ഭട്ടതിരി അവിടം വരെ വന്നതുകൊണ്ടൊരു കള്ളം പറഞ്ഞു, തൻ്റെ ഇല്ലം വടക്കാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു വടക്കല്ല, അറിയാവുന്നവർ പറഞ്ഞു തെക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, നമുക്കിപ്പോൾ ബഹുമതി കൊടുക്കാം, ഭട്ടതിരി ഇവിടെ പാർക്കട്ടെ, ആളുകൾ പോയിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഗണപതി എന്ത് ചെയ്ത്, രായ്ക്ക് രാമായണം കൊമ്പ് കൊണ്ട് കുത്തി ഈ ഇല്ലമെടുത്ത് തിരിച്ച് ആ തെക്ക് വശത്തേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ സാമൂതിരി ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിടുകയും ചെയ്തു. അപ്പൊ തെക്കേ അറ്റത്താണ് ഇല്ലം, സമ്മാനം കിട്ടാൻ വടക്കേ അറ്റത്തെന്ന് ഭട്ടതിരി കള്ളം പറഞ്ഞു. പക്ഷേ ഗണപതി ഭട്ടതിരിയെ സഹായിക്കാൻ ആ ഇല്ലം പൊക്കിയെടുത്ത് നദിയുടെ തെക്കേ അറ്റത്ത് കൊണ്ട് വടക്കേ അറ്റത്ത് കൊണ്ട് എന്ന് വെച്ചു കൊടുത്തു. പക്ഷെ ഈ ഗണപതി അവിടുന്ന് അപ്രത്യക്ഷമായ ഒരു സംഭവമുണ്ട്. കപ്പൽ കച്ചവടക്കാരൻ വില പിടിച്ച അനേകം സാധനങ്ങളുമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ സമുദ്രത്തിൻ്റെ ഏതാണ്ട് നടുക്കെത്തിയപ്പോൾ ഈ കപ്പൽ എന്ത് ചെയ്തു, താന്നുപോയി. ഒരുവിധം ആ കപ്പൽ ജീവനക്കാർ നീന്തി കരക്കെത്തി. അപ്പോൾ കപ്പൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഉയർത്താൻ വയ്യ. അപ്പൊ കപ്പലിൻ്റെ ഉടമസ്ഥൻ ഭട്ടതിരിയെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ കപ്പൽ ഉയർത്താൻ സഹായിച്ചാൽ ഇതിലുള്ള സാധനങ്ങളുടെ വിലയുടെ നേർപകുതി അങ്ങേക്ക് തരുന്നതായിരിക്കും. ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഭട്ടതിരിപ്പാട് നേരെ ചെന്ന് ആരെ കണ്ടു, ഗണപതിയെ കണ്ടു. ഗണപതിയുടെ അടുത്ത് പറഞ്ഞു, ആ സമുദ്രത്തിനകത്തുള്ള താണുപോയ കപ്പൽ ഉയർത്തി കൊടുക്കാൻ. ഗണപതി പറഞ്ഞു, പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത്തരത്തിലുള്ള ജോലി ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഞാൻ വാക്കു കൊടുത്തു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതി വന്ന് തൻ്റെ കൊമ്പ് വെച്ച് ഈ കപ്പലിനെ ഉയർത്തി. അപ്പോൾ അയാൾ പകുതി പൈസയും കൊടുത്തു. അപ്പോൾ ഗണപതി പറഞ്ഞു, നോക്കൂ ഭട്ടതിരിപ്പാടേ, നിനക്ക് ഞാൻ പ്രത്യക്ഷനായി വന്നപ്പോൾ തൊട്ട് അഹങ്കാരം തുടങ്ങി. നീ ഞാൻ ചെയ്തുകൂടാത്ത ജോലികൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും തുടങ്ങി. എന്നു മാത്രവുമല്ല, നിനക്ക് പണത്തിനാർത്തി മൂത്ത് നീ എന്തും ചെയ്യുമെന്ന സ്ഥിതിയിലായി. അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നിനക്കെന്നെ കാണാനേ പറ്റില്ല. പക്ഷേ ഇല്ലത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അനാവശ്യമായ ഒരു കാര്യങ്ങൾക്കും എന്നെ ഉപയോഗിക്കരുത്. സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഗണപതി അതോടെ അപ്രത്യക്ഷമായി. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. എങ്കിലും
ആ സൂര്യകാലടി ഇല്ലത്തിൽ ഇന്നും ഗണപതിയുടെ ശക്തിയുണ്ട്. ആഗ്രഹിക്കുന്നതൊക്കെ ഗണപതി സാധിച്ചു കൊടുക്കും. പക്ഷേ ധർമ്മവിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല. ഇതാണ് സൂര്യകാലടി ഇല്ലത്തിൻ്റെ കഥ. സൂര്യകാലടിയും ഗണപതിയും പിന്നെ യക്ഷിമാരും ഇതാ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.